ഇപ്പം ഉണ്ടല്ലോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചപ്പോൾ അധികം പൂക്കളൊന്നും വിരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും മുട്ടുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ടായിരുന്നുള്ളൂ. കുറച്ച് സീനിയപ്പൂ മാത്രമേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നിറച്ചും പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുന്തിരിയുടെ വീഡിയോ നമ്മൾ അതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുന്തിരി പഴുത്തിട്ടില്ല കേട്ടോ, പക്ഷേ മുന്തിരി അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇവണം മുന്തിരി പഴുത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി ആ മുന്തിരി അത്രയ്ക്ക് വലുതാവുള്ളൂ, അത്രയ്ക്ക് വലിപ്പമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പോൾസാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിനിപ്പോൾ എന്തോന്ന് അതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ നടക്കണേന്ന്. കാരണം അത് ഈ പഴുത്ത് വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. കാരണം അതിൻ്റെ വളർച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും എന്നാലും നമ്മൾ പറിച്ച് കഴിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര പുളിയൊന്നുമില്ല. പക്ഷെ ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമുള്ള മുന്തിരിയായിട്ടാണ്. പിന്നെ ആ മുന്തിരിയുടെ അപ്പുറം ഇപ്പുറം നമുക്ക് വെള്ളപ്പൂ ഉണ്ടാവണ കുറച്ച് ചെടികളുണ്ടല്ലോ, ഹൈഡ്രാഞ്ചിയുടെ പോലെയുള്ളത്, അതുമൊക്കെ നിറച്ചും പൂ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വർഷം ഞാനിവിടെ സൺഫ്ലവർ നട്ടിട്ടുണ്ട്. സൺഫ്ലവർ പല കളറുകളിൻ്റെ വിത്തുകൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്കൊരു മെറൂൺ കളർ സൺഫ്ലവർ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ പൂ കണ്ടിട്ടില്ല ഈ പ്രാവശ്യം നമുക്ക് മഞ്ഞ, സാധാരണ നമ്മൾ മഞ്ഞ എല്ലായിടത്തും കാണുമല്ലോ, ആ സൺഫ്ലവറാണ് വിരിഞ്ഞേക്കുന്നത്. നമ്മൾ റെഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റെഡൊക്കെ പൂവുണ്ടായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ തണ്ടിനൊക്കെ നല്ല റെഡ് കളർ വരുന്നുണ്ട്. പക്ഷേ റെഡ് സൺഫ്ലവർ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് റെഡ് സൺഫ്ലവറൊക്കെ ഉണ്ടായി കിട്ടുമെന്ന് വിചാരിക്കണം. പക്ഷേ യെല്ലോ ഒക്കെ ആയിരുന്നല്ലോ, അവിടെ നിൽക്കുന്നിടത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചട്ടിയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇവിടെ കുറേ സ്ഥലത്ത് ഞാൻ നട്ടിട്ടുണ്ട്. പക്ഷേ ആ ചട്ടിയിൽ നിൽക്കുന്നിടത്ത് നല്ല രസമുണ്ട് ആ പൂവുണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പുറത്തിറങ്ങിയപ്പോഴുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും തേനീച്ചകളാണ്. നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ സമ്മറൊക്കെ ആകുമ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ പൂക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തേനീച്ചയും അതേപോലെ ഇങ്ങനെ പല തരത്തിലുള്ള കുത്തണ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നു ഈ സൺഫ്ലവർ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിറച്ച് ഇവിടെ കിടന്നിട്ട് പറക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. റോസുമൊക്കെ ഒരു ട്രിപ്പൊക്കെ പൂവുണ്ടായി. പിന്നെ ഇപ്പം ഞാൻ എല്ലാവരും ട്രിം ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഗ്രീൻ ഹൗസിൻ്റെ അവിടെ നമുക്ക് ഒരു നിറച്ചിങ്ങനെ റോസാപ്പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ, അതും ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ ട്രിപ്പ് ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം അത് ഭയങ്കര പൊക്കത്തിലാണ് പോയേക്കുന്നത്. അപ്പോൾ ഒരു ലാഡറൊക്കെ വെച്ച് അതിന് മുകളിൽ കയറിയിട്ട് അതിനെ ഞാൻ ഫുള്ള് ട്രിം ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോഴി ഇതിന് മുമ്പ് കുറേ 2-3 വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഗോൾഡൻ കളറുള്ള ഒരു കോഴി പൊരുന്താനിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിന് മുട്ട കിട്ടാമെന്ന് വെച്ചാൽ മുട്ട വെച്ച് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അട വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ആ ദിവസം തന്നെ ഞാൻ മുട്ട എനിക്ക് കിട്ടി ഒരു സ്ഥലത്ത് നിന്ന്. അങ്ങനെ ഞാൻ ആ കോഴിക്ക് മുട്ട വെച്ചു. അതിൻ്റെ കുഞ്ഞൊക്കെ കൊത്തി വിരിഞ്ഞു. 6 മുട്ട വെച്ചു. പക്ഷെ എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് കിട്ടിയത്. പക്ഷെ കുഞ്ഞ് കൊത്തി വിരിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ചയൊക്കെ ആവാറായിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. നല്ല രസമുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അത്യാവശ്യം കുഞ്ഞുങ്ങൾ ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് വലുതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കാഴ്ച. പിന്നെ ഓക്കെ, അപ്പോൾ ഇനി കൂടുതലൊന്നും പറയണമെന്നില്ല. അപ്പോൾ ഇവിടുത്തെ പൂ ഉണ്ടായി നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണിക്കാം. നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉച്ച നേരം കേട്ടോ. ഞാൻ നേരത്തെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് ഇതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒറ്റ പൂവിൻ്റെ അടുത്തേക്കും പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ ഞാനിവിടെ ഇരിക്കുന്നത് നമ്മുടെ ഗസീബോടെ ഇവിടെ മാത്രമേ നമുക്കൊരു ഷെയ്ഡുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ നല്ല സൺലൈറ്റാണ്. ഇനി വൈകുന്നേരം ആവണം സണ്ണൊക്കെ ഒന്ന് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞ ആഴ്ചയ്ക്ക് നല്ല ചൂടായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ചൂടില്ല. കഴിഞ്ഞ ആഴ്ചയ്ക്ക് നല്ല ചൂട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 38-39 വന്നിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്രയ്ക്ക് അങ്ങനെ ഒരു ചൂടില്ലല്ലോ. പിന്നെ ഇവിടെ നല്ല ചൂട് വന്നാലും രാത്രിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒരു തണുപ്പുണ്ട്. ഇന്നലെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജനലൊക്കെ തുറന്നിട്ട് കിടന്നിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രി ആകുമ്പോൾ എപ്പോഴും നല്ലൊരു തണുപ്പുണ്ട്. പിന്നെ ഇവിടെ നിറച്ച് മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലൊക്കെ ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം ഒരു തണുപ്പാണ്. പക്ഷേ വെയിൽ വരുമ്പോൾ സണ്ണിന് നല്ല ചൂടാട്ടോ. അപ്പോൾ ഈ കൂടുതലൊന്നും പറയണമെന്നില്ല, നമ്മുടെ അടുത്ത് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണിക്കാം. ഞാൻ നോക്കിക്കേ, നമ്മുടെ ഈ പൂക്കളൊക്കെ ഈ മുകളിലെ പൂവൊക്കെ ഇനി കുറച്ചും കൂടി വിരിയാനുണ്ട് കേട്ടോ. വിരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വെള്ള കളറായിട്ട് വരും. നല്ല ഭംഗി, ഇപ്പം തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. എന്ത് രസം നോക്കിയ പൂവ്, നല്ല തിക്കായിട്ടുള്ള പൂവാട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ ആയിരുന്നാലും നല്ല ഭംഗിയാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത്. അത് എൻ്റെ ഇലയൊക്കെ ആയിരുന്നാലേ നല്ല ഫ്രഷ് ഇലയാണല്ലോ വരുന്നത്. എല്ലാ വർഷവും ഈ തണുപ്പ് തുടങ്ങുമ്പോൾ എൻ്റെ ഇലയൊക്കെ പോകില്ല. അപ്പോൾ എൻ്റെ ഇലയൊക്കെ ആയിരുന്നാലും
കാണാനും വേണ്ടിയിട്ട് പൂവിൻ്റെ പോലെ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ ചട്ടികളിലൊക്കെ നോക്കിക്കേ, അതൊക്കെ നമ്മുടെ സീനിക കേട്ടാ. അതും എനിക്ക് നല്ല തിക്കായിട്ടുള്ള പൂവൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മുടെ ഒരു ചെയറാട്ടാ. അതിന് ഞാൻ വേറൊരു കളർ പെയിൻറ്റ് കൊടുത്തതാട്ടാ. ആദ്യം വേറൊരു കളറായിരുന്നു അതിന്, പക്ഷെ എനിക്ക് ആ കളർ കുറച്ച് ഡിമ്മായി പോയി ആ കളറ്. ചിലപ്പോൾ ഞാൻ എൻ്റെ കളറിങ് ഒന്നും കൂടി ഒന്ന് മാറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ബാക്കിൽ ഇറങ്ങി വരുമ്പോൾ കാണുന്ന ചെടികളായിട്ട്. ഇനി നമുക്ക് ഈ വേറെ കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ മറ്റേ റോസ്. ഈ റോസ് ഞാൻ കഴിഞ്ഞ ദിവസം ഫുള്ള് ട്രിം ചെയ്തു. ഇനിയും ഇപ്പോൾ ഇതുമ്പോൾ രണ്ടാമത്തെ മുട്ടുകൾ ഉണ്ടായി വരുന്നുണ്ട്. ചിലതൊക്കെ ഇതവിടെ പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇത് 2 കളറാട്ടോ, 2 ഡബിൾ ഷെയ്ഡാണ് ഇതിൻ്റെ കളറ് പൂവ്. ഇതിൻ്റെ ഈ പൂവ് അപ്പുറത്തെ സൈഡിലായിരുന്നാലും ഇതേപോലെ തന്നെ ഇത്രയ്ക്ക് പൂവൻ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. ഇത് നോക്കിക്കേ, ഏതാണ്ട് വിരിഞ്ഞ് വരുന്നുള്ളൂ കണ്ട. ഈ പൂവിൻ്റെ തിക്നെസ് നോക്കിക്കേ, ഇത് നല്ല തിക്കാട്ടത്. അതേപോലെ തന്നെ അതെ ഇവിടെ വേറൊരു പൂവുണ്ട്. ഇത് തിക്നെസ് കുറഞ്ഞ പൂവാണ്. അതേപോലെ തന്നെ അതാ അപ്പുറത്തെ ചട്ടിയിലുണ്ട്. പിന്നെ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, മുന്തിരി കുഴപ്പമില്ലാണ്ട് നിൽക്കണുണ്ട് കേട്ടോ. ചെറുതായിട്ട് കേട് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. അതെനിക്ക് തോന്നണോ, ഞാൻ നീം ഓയിൽ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണമല്ലോ, അപ്പോൾ എല്ലായിടത്തേക്കും അത്രയ്ക്ക് അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുകളിലെ ചില കൊമ്പുമ്മയ്ക്ക് ഞാൻ കുറച്ച് കേട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ കുഴപ്പമില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊരു കറുത്ത കുത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് നോക്കിക്കേ, ഇവിടേക്ക് ഞാൻ ശരിക്കും നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊന്നും അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ മുകളിൽ അതൊക്കെ അവിടെ വിടവിലുമുണ്ട്. അതുമ്പോൾ ചെറുതായിട്ട് കണ്ട കറുത്തിട്ട് കുത്ത് കണ്ട. പക്ഷേ ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ ഇവിടുത്തെ മുന്തിരിക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വേണ്ട മുന്തിരി ഉണ്ട് കേട്ടോ. അത് പഴുക്കുമ്പോൾ അതിൻ്റെ കളർ വ്യത്യാസം വരുമ്പോൾ അതിനെ നമുക്ക് എടുത്ത് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് ഞാൻ എപ്പോഴും നോക്കും പഴുത്തോന്ന്, പക്ഷെ പഴുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം മുന്തിരി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് അതിൻ്റെ വളർച്ചയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പഴുക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അത് പഴുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സമയം എടുക്കും. പിന്നെ നമുക്ക് ഇവിടേക്ക് റോസൊക്കെ ഉണ്ടായിരുന്നു. ഈ റോസിനൊക്കെ നിറച്ചും പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമതും അത് മുട്ടിട്ട് വരണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് നമുക്കൊരു റോസ് ഉണ്ട്. പക്ഷെ അതിന് പുതിയ കൊമ്പുകളൊക്കെ വന്നിട്ട് അതെ അവിടേക്ക് പൂവുണ്ടായിട്ടുണ്ട്. മുകളിലേക്കുള്ള കൊമ്പുകളൊക്കെ പക്ഷെ കുറേ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് കുറേ പൂവുണ്ടായി. പക്ഷെ അതങ്ങനെ മുകളിലേക്ക് അത്രയ്ക്കാണ്ട് കയറി വരാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ അത്രയ്ക്ക് അധികം അങ്ങോട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ 10 മണിയാട്ടോ. 10 മണി ഇവിടെ ഞാൻ കുറേ ചട്ടികളിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെയും കുറേ ഉണ്ട്. പക്ഷെ അതിപ്പോൾ ഇവിടെ രാവിലെ നേരമായിട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മണി വിരിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറി, പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ ഹൗസാണ്. ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നമുക്ക് പല തരത്തിലുള്ള ഒരുപാട് ടൈപ്പ് മെലനുകളൊക്കെ ഈ വർഷം ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഞാനൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ പണിയായിരുന്നു. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് വലിയ പണികളൊന്നുമില്ല. ഇപ്പോൾ ഏതാണ്ട് ഇതെല്ലാവരും സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടിങ്ങനെ മെലനുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇവിടെ മുളയുണ്ടായിരുന്നു. മുളയുടെ കോലൊക്കെ വെച്ച് കൊടുത്തതാണിത്. പിന്നെ അത് ഇങ്ങോട്ടേക്കാണ് നമ്മൾ കയറ്റിയത്. ഇങ്ങോട്ടേക്ക് നമ്മൾ വലിയൊരു മരത്തിൻ്റെ പീസ് വെച്ചിട്ട് അടിച്ചു. അതൊക്കെ എനിക്ക് പോൾസാറ്റിന് അടിച്ചു തന്നത്. അതൊക്കെ അടിച്ച് കയറ്റാൻ വേണ്ടി സത്യം പറഞ്ഞാൽ നല്ല പണിയായിരുന്നു കേട്ടോ.
കാരണം ഇത് പഴയ മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനെ സ്ക്രൂ ഒക്കെ ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് നല്ല പണിയുണ്ടായിരുന്നു. ഇതും നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ മെലനുകൾ ഉണ്ടായി വരുന്നുണ്ട്. അത് ഉണ്ടായി വന്നു കഴിയുമ്പോൾ അത് അവിടേക്ക് കുറേയൊക്കെ വലുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഉണ്ടായി വന്നു കഴിയുമ്പോൾ അറിയുള്ളൂ ഏതൊക്കെ ടൈപ്പുള്ള മെലനുകളാണെന്ന്. അതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന മെലനുകളാണ്. ഞാനിവിടെ ഒരു കൊറിയൻ ഷോപ്പിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ച് അതിൻ്റെ വിത്ത് എടുത്തിട്ട് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ നടന്നത്. കഴിഞ്ഞ മുമ്പത്തെ വർഷം നമ്മൾ ഇതിനകത്ത് ക്യാൻഡിലൂപ്പ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മെലനുകൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഉണ്ടാവും. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഗ്രീൻ ഹൗസിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിൽ വെള്ളമുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ വെള്ളമുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മൊത്തം ഞാനിങ്ങനെ പന്തൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. രാവിലെ നേരെ ആയതുകൊണ്ട് നല്ല സൺലൈറ്റ് വരുന്നുണ്ട്. 2 ചട്ടിയിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അത് കോഴികൾ മാന്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ കമ്പി വെച്ചിരിക്കുന്നത്. ഇതിലൂടെ 10 മണിയുണ്ട് കേട്ടോ. അത് പിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ റോസൊക്കെ നമ്മുടെ വെട്ടിയിട്ട് ട്രിം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കമ്പുകളൊക്കെ ഞാനിവിടെ എടുത്ത് ഇട്ടേക്കുന്നത് കേട്ടോ. അത് ഇനി അവിടെ കിടന്ന് കഴിയുമ്പോൾ കത്തിക്കണ സാധനം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കൂട്ടിയിട്ടിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടൊന്നും പാടില്ല. കാരണം ഇവിടുത്തെ വീടുകളൊക്കെ മരത്തിൻ്റെ വീടുകളായതുകൊണ്ട് അങ്ങനെ നമുക്കൊന്നും അങ്ങനെ കത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ഇത് നമ്മുടെ കോസ്മോസ് എന്ന് പറഞ്ഞ ആ ചെടിയുണ്ടല്ലോ, അതാണ്. ഇതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ വിത്ത് എടുത്ത് വെച്ചിട്ട് നമ്മൾ പാവിയതാണ്. ഇത് ഓരോ ട്രിപ്പൊക്കെ ഇത് വിരിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ അത് വിത്തായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചൂട് തുടങ്ങിയപ്പോൾ ഞാൻ കോഴിക്കോടിൻ്റെ ജനൽ തുറന്നിട്ടിട്ടുണ്ട്. നമ്മുടെ ചാത്തൻ കോഴി നല്ല കൂവണ സൗണ്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴുത്തിൽ. പക്ഷേ ബെൽറ്റ് അത്രയ്ക്കാണ്ട് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആക്കണമെന്ന് തോന്നണം. ഇത് നമ്മുടെ വേറെ ഇതാട്ടോ, റോസാണിത്. ഈ റോസ് അങ്ങടായിരുന്നു. പക്ഷേ അതിങ്ങനെ സണ്ണ് അന്വേഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന കൊമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഈ കൊമ്പ് ഇങ്ങോട്ടേക്ക് ഞാനായിട്ട് വലിച്ച് കെട്ടിയേക്കാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആകുമ്പോൾ നല്ല സൺലൈറ്റ് കെട്ടിയിട്ട് നന്നായിട്ട് ഇനിയിപ്പോൾ പൂവുണ്ടാവും. ശരിക്കും നല്ല ഭംഗിയുള്ള പൂവാട്ടത്, നല്ല മണം അതിന്. പിന്നെ ഇവിടെ ആ പൂവൊക്കെ ഇപ്പോൾ രാവിലെ നേരമായതുകൊണ്ടൊന്നും എല്ലാവരും ഇങ്ങനെ കൂമ്പി നിൽക്കുകയാണ്. അത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. നല്ല രസമുണ്ടായിരുന്നു. ഇന്നലേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു അത്. ആ പൂവിനൊക്കെ നല്ല വലുപ്പമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ തക്കാളികൾ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വേറൊരു തോട്ടമാണ്. ഇതൊക്കെ ഡാലിയാണ്. ഡാലിയമേക്ക് പൂവുണ്ടായി വരുന്നുള്ളൂ. അവിടെ ഒരു ഡാലിയ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് കെട്ടണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും സീനിയ തന്നെയാണ്. സീനിയയ്ക്ക് ഞാൻ ഈ പ്രാവശ്യം എല്ലാവരും മുളക്കോലുകളൊക്കെ വെച്ചിട്ട് എല്ലാത്തിനും, ഈ തോട്ടത്തിന് മാത്രമേ ഞാനിങ്ങനെ താങ്ങ് കൊടുത്തിട്ടുള്ളൂ. ഇനിയും കുറേ തോട്ടങ്ങളുണ്ട് താങ്ങ് കൊടുക്കണമെങ്കിൽ. പക്ഷെ എല്ലാവരും നമുക്ക് അങ്ങനെ താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ആ മാതിരി ഉണ്ട് നമുക്ക് സീനിക. ഇത് നോക്കിക്കേ, എന്ത് തിക്കാന്ന് നോക്കിക്കേ ഇതിൻ്റെ പൂവ്. അതിൻ്റെ ഉള്ളിലും വേറെ പൂവുണ്ട് കേട്ടോ. ഞാനത് നടുമ്പേക്കും 2 അല്ലെങ്കിൽ 3 തൈകളൊക്കെ ഒരുമിച്ചൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കയറി വന്നിട്ട് നമ്മൾ വിചാരിക്കും ഒരെണ്ണെത്തുമ്പോൾ 2 കളറ് പൂവാന്ന്. അതതിൻ്റെ ഉള്ളിൽ പൊട്ടി കിടക്കാണ്. അങ്ങനെ പലതും അങ്ങനെ വരുന്നുണ്ട്. കോഴി ഒരു രക്ഷയില്ല. പോൾസേട്ടന് എപ്പോഴും ചീത്ത പറയുന്നുണ്ട് എന്നെ കോഴീനെ മാറ്റി എന്ന് പറഞ്ഞിട്ട്. കാരണം ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെയും ഒക്കെ നിൽക്കുന്ന ഡാലിയേട്ടാ. ആ ഡാലിയമൊക്കെ പൂവുണ്ടായി വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇത് നിൽക്കുന്നുണ്ട്. നമ്മുടെ സൺഫ്ലവർ നിൽക്കുന്നുണ്ട്. അതും ഈ വർഷം ഞാൻ നട്ടേക്കുന്നതാണ്. അങ്ങോട്ട് വിരിഞ്ഞ് അങ്ങോട്ട് സെറ്റായി വന്ന് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ അത് ഇവിടെ നോക്കിക്കേ, അത് നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. ഇത് പുതിയത് ഞാൻ ഈ വർഷം വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാണ്. അതിൻ്റെ പൂ നോക്കിക്കേ, നല്ല ഫ്ലാറ്റായിട്ടിരിക്കണം അല്ലേ. ഒരു പ്രത്യേക ഒരു ഭംഗിയായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. സാധാരണ സൺഫ്ലവർ നമ്മൾ കാണുന്ന പോലെയല്ല. വേറെ സൺഫ്ലവർ അവിടെ ഉണ്ട്. അത് ഇത്രയ്ക്ക് ഇതല്ല. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിവിടെ ഒരു ചട്ടിയിലാണ് നട്ടേക്കുന്നത്. ഇതുമേ
അതെല്ലാം അവിടെ ബ്ലൂം ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതാ നോക്കിക്കേ, കുറേ ഉണ്ട് കേട്ടോ അതൊന്ന്. പിന്നെ അതിൻ്റെ അടിയിൽ റോസാട്ടോ. ഇത് ഞങ്ങളുടെ വലിയൊരു ചട്ടിയാട്ടോ. ഈ ചട്ടിയുടെ ഉള്ളിലൊക്കെ നിറച്ചും ഈ ചവറും കമ്പോസ്റ്റൊക്കെ ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉഷറിപ്പിൽ വരുന്നുണ്ട്. ഈ റോസൊക്കെയും വാടി തുടങ്ങിയിട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു റോസ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഡബിൾ ഷെയ്ഡായിട്ടാണ്. ഇതിൻ്റെ ഒരു മാറ്റിൻ്റെ ഒരു ടെക്സ്ചർ പോലെ എനിക്ക് ഈ റോസ് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ വേറെ റോസ്. പോയി ഒരു രക്ഷയിലിട്ട് ഒരു സൗണ്ട് എന്താ ഇതുണ്ട്. അതിൻ്റെ ഉള്ളൊരു മഞ്ഞയുണ്ട് അങ്ങനെ. പിന്നെ ഇവിടെ നമ്മൾ ചട്ടിയിൽ നമ്മൾ കുറച്ച് സീനിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ചട്ടിയിൽ നട്ടേക്കുന്ന സീനിയേട്ടാ. അതിൻ്റെ പൂവായിരുന്നാലും ഇതാ നോക്കിക്കുക, ഒരു നല്ല ഭംഗിയുള്ള കളറ് നോക്കിക്കുക. അത് വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. ഇത് വേറെ ഒരു കളറ് ഇങ്ങനെ കറുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇത് മറ്റേ എന്നിട്ട് ഞാനൊരു ചെടി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ അതിന് പേരറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിൻ്റെ പേരിട്ടിട്ടുണ്ട്. എനിക്കാണ് ഗ്ലോറി ഹുക്കുന്ന എന്ന് തോന്നണം അതിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടോ. അതെല്ലാം ഇനി പോയി ഞാൻ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിറച്ചും പൂവുണ്ടായിട്ടുണ്ടായിരുന്നു അതിന് അങ്ങനെ. പിന്നെ ഇത് എനിക്കും കോഴിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ അങ്ങനെ കോഴിയുടെ സൗണ്ട് അങ്ങനെ കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ മാത്രമേ സൗണ്ട് വന്നു കഴിയുമ്പോൾ ആർക്കെന്തെങ്കിലും ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണായിട്ടിട്ട് എനിക്കും എന്താണ്ട് പോലെ. ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇട്ട് നോക്കണം. ഇന്നലെ രാത്രി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ശരിയായിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് എന്തോ ഒരു ഭംഗിയല്ലത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. റോസൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ കൂടെയൊക്കെ റോസ് നിൽക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞു. കാരണം ഓരോ സമയത്ത് ഇങ്ങനെ ഓരോന്ന് വിരിഞ്ഞും പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ വേറെ ഒരു സീനിയത്തോട്ടം. ഇത് 10 മണി ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് വിരിയും. അപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അത് കുറേ ഉണ്ട് ഇവിടെ 10 മണി. പിന്നെ ഉണ്ടല്ലോ ഇവിടെ നമുക്കൊരു മരം ഉണ്ടായിരുന്നല്ലോ. ആ മരം നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് നാശമായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കിളികൾക്കൊക്കെ എപ്പോഴും ഫുഡൊക്കെ ഇട്ട് കൊടുത്തിരുന്ന ഒരു മരമായിരുന്നു. പക്ഷെ അത് അടിയിൽ നിന്ന് നന്നായിട്ട് അതിന് കിളിർപ്പ് വരുന്നുണ്ട്. അത് നമ്മൾ നന്നായിട്ട് മുകളിലേക്കാണ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇതാട്ടോ. ഇത് സൺഫ്ലവർ. ഇതൊക്കെ വേറെ കളറുകളാട്ടോ ആയിരിക്കുള്ളൂ. കാരണം ഇതിൻ്റെ ഇലയ്ക്കും തണ്ടിനൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കിളികളുടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതായിരുന്നു നമ്മൾ ഇങ്ങനെ ചട്ടീനെ താഴ്ത്തിയിട്ടിട്ട് നമ്മളൊരു ചെടി ഇങ്ങനെ നടുവെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, അത് നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് വലിയ കുഴപ്പമില്ല. നമ്മൾ ഈ സൈഡിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പോൾസേട്ടൻ എനിക്ക് ഇനി ഉണ്ടാക്കി തന്നിട്ടോ. അതിങ്ങനെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയായിരുന്നു. എല്ലാം പോൾസേട്ടൻ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് രണ്ടും. അത് നമ്മൾ പുതിയ മരം നമ്മൾ വാങ്ങിച്ചതാണ്. എന്നിട്ട് പോൾസേട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് ഇവിടെ നല്ല ചൂട് വന്നു കഴിഞ്ഞപ്പോൾ ചട്ടി താഴെ വീണു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അറിയായിരുന്നു ചിലപ്പോൾ താഴെ വീഴുന്നു. നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സൈഡിൽ വീണില്ല, പക്ഷേ ഈ സൈഡിൽ വീണു. പിന്നെ 2 ചെറിയ ചട്ടി നമ്മൾ ഇവിടെ വെച്ചു. അത് പക്ഷെ അത്രയ്ക്ക് കുഴപ്പമില്ല. പക്ഷേ അവിടെ ഉണ്ടല്ലോ നമ്മൾ വേറൊരു ചെടി വാങ്ങിച്ച് വെച്ചിട്ട്, ചെടിയല്ല വേറൊരു ഫ്രൂട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കിവി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ വാങ്ങിച്ച് വെച്ചേക്കുന്നത്. അത് മുന്തിരിയുടെ പോലെ ഇങ്ങനെ പടർന്ന് കയറുന്നതാണ്. അപ്പോൾ അതിങ്ങനെ പടർന്ന് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിനെ ഇതിൻ്റെ മുകളിലേക്ക് പടർത്തിയിട്ട് കയറ്റാമെന്ന് വിചാരിച്ചു. അതാണ് ഇങ്ങനെ പടർന്നത്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാക്കറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ഇത് നട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുക്കുംബർ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വർഷവും നമുക്ക് കുക്കുംബർ നന്നായിട്ട് ഉണ്ടായി കിട്ടാറുണ്ട്. പക്ഷേ ഈ വർഷം നിങ്ങളെപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറില്ല, ഇവിടെ കേടൊന്നും വരുന്നില്ല. ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു കേടും വന്ന് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ഇലയുമൊക്കെ ഇങ്ങോട്ടാ ഒരു തരം കേട് വന്നിട്ട്. അതിൻ്റെ ഉള്ളിൽ 2-3 ഉണ്ടായി, പക്ഷേ പൂവൊക്കെ ഉണ്ടായി. പക്ഷേ അതിൻ്റെ ഇലയമ എന്തോ ഒരു കേട് വന്നിട്ട് അത് നന്നായി വന്നില്ല. അത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ വർഷം ഇങ്ങനെ കാണുന്നത്. കാരണം നമുക്ക് എല്ലാ വെജിറ്റബിളിലും ഏറ്റവും ആദ്യം കിട്ടുന്നത് നമുക്ക് ഈ കുക്കുംബറാണ് നമുക്ക് കിട്ടുന്നത്. പോൾസേട്ടന് ഭയങ്കര ഇഷ്ടം. നമ്മളെല്ലാ വർഷം നമ്മൾ നടാറുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് എന്തോ ഒരു കേട് വന്നേക്കുന്നതാണ്. ഇവിടെ നിറച്ച് ഇത് വരുന്നുണ്ട് ഇപ്പോൾ. ഈ നമ്മുടെ മിന്നാമിനിങ് വന്നിട്ട് നമ്മുടെ ചീരയൊക്കെ മൊത്തം കഴിക്കുന്നത്. ആദ്യം നമുക്ക് കുറേ ചീരയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ
മൊത്തം ഇലയമ്മ മിന്നാമിനിങ് രാത്രിയാകുമ്പോൾ വന്നിരുന്നിട്ട് പിന്നെ നമ്മുടെ അത് ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗ്രീൻ ഹൗസിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ വർഷം നേരത്തെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ വെച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതെല്ലാവരും വേഗം ഞാൻ പറിച്ച് കളഞ്ഞു. കാരണം അല്ലെങ്കിൽ പിന്നെ അത് ഇരുന്നിട്ട് പിന്നെ അതിൻ്റെ കേട് ബാക്കി എല്ലായിടത്തേക്കും വരണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ട് വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് ആവുക. ഇവിടെ നമ്മളൊരു ബെഞ്ചൊക്കെ ഇട്ടിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ ചട്ടിയിൽ ആ പൂ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മുടെ വേപ്പാട് വേപ്പ് നല്ല ഉഷറത്തിൽ വരുന്നുണ്ട്. അത് മൊത്തം ഞാൻ ട്രിം ചെയ്ത് ഒരു കോല് പോലെ നിർത്തിയേക്കായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് 10 മണിയൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഇത് നമ്മുടെ മിൻറ്റാട്ട നമ്മുടെ എന്താ പറയുന്നത് മിൻറ്റിന് പുതിനയിലാണ്. ആ ചട്ടിയുണ്ട്, അത് നല്ല ചട്ടിയാട്ടോ. അത് ഒരു പാർക്ക ചട്ടിയാട്ടോ. അത് അതിന് മുകളിൽ കയറ്റി വെച്ചിട്ടാണ് ആ ചട്ടിയുടെ ഭംഗി അറിയുന്നത്. പിന്നെ ഇവിടെ ഇതുണ്ട്. ഇതൊക്കെ നമ്മുടെ സൺഫ്ലവർ കുറേ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു ചട്ടി സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. ഇത് അവിടെ മുകളിൽ വെച്ചിരുന്ന ചട്ടി ഒന്നും വീണെന്ന് പറഞ്ഞില്ല. ആ ചട്ടിയിൽ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 2 ചട്ടി ഉണ്ടാകുന്നെങ്കിൽ പൂവുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങി. ഇത് വേറെ തന്നെ. പിന്നെ നമ്മുടെ മുകളിൽ ബാൽക്കണിയിൽ നമ്മൾ ഈ വർഷം വെച്ച് പുതിയൊരു ബോക്സൊക്കെ ഉണ്ടാക്കി ചെടികൾ വെച്ചെന്നാണില്ല. അത് അപ്പുറത്തെ സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പൂവ് നന്നായിട്ട് ഇങ്ങനെ പൂവുണ്ടായി അന്ന് താഴത്തേക്ക് വീഴുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാണുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് കാണിക്കാം ഫ്രണ്ടിലേക്ക്. എൻ്റെ ഫ്രണ്ടിൽ വെയിലില്ല തീരെ. അതുകൊണ്ട് തന്നെ ഒന്നും നട്ടിട്ട് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടൊന്നും ഉണ്ടായില്ല. അതായത് ഞാൻ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഫ്രണ്ടിലേക്ക് ഞാൻ ഡ്രസ്സാണ് അധികം പോവാറില്ല. അതെ, ഇവിടെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വെള്ളപ്പൂ ഉണ്ടാവണ അതന്നെ നിൽക്കുന്ന ഹൈഡ്രാഞ്ചിയുടെ പോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പൂവുണ്ട്. പക്ഷെ അതിപ്പോൾ രാവിലെ നേരമായതുകൊണ്ട് ഇങ്ങനെ പൂമ്പി നിൽക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മളിവിടെ അധികം ചെടികൾ അങ്ങനെ വെക്കില്ല. വെച്ചാൽ നമുക്കൊന്നും അങ്ങനെ ഉണ്ടായി കിട്ടുന്നത്. ഇതിങ്ങനെ പരന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഇതൊന്ന് നിറച്ച് വെള്ളപ്പൂ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നിറച്ച് കുഞ്ഞ് പൂവായിട്ട് നല്ല ഭംഗിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ സമയമൊക്കെ. പിന്നെ ഇവിടെയും ഇത് ഹൈഡ്രാഞ്ചി. മറ്റേത് കണ്ടത് ഹൈഡ്രാഞ്ചിയിൽ പെട്ട വേറൊരു ചെടിയാണത്. ആ വെള്ളപ്പൂ ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ 2 കൊക്കിയിരിക്കാൻ നോക്കിക്കുക. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. വേറെ 2 വലിയ കൊക്ക ഒരെണ്ണം വേറെ ഞാൻ കൊണ്ടുവന്നു. അതിൻ്റെ കഴുത്ത് പൊട്ടിക്ക് വെച്ചിട്ട് പൊട്ടിപ്പോയി. പിന്നെ ഒരെണ്ണോട് എനിക്ക് വാങ്ങിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റാണ്ട് ഞാനവിടെ പോസ്റ്ററിൽ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അത് ഇനി വരുമ്പോൾ കൊണ്ടുവരണം. നല്ല സണ്ണ് വരുന്നുണ്ട്. അത് സ്കൂൾ ബസ്സായിട്ടാണ് പോയത്. ഇവിടെ നമുക്കൊരു ഗേറ്റ് ഉണ്ട്. ഇത് റിമോട്ട് വെച്ചിട്ട് അടയ്ക്കുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളങ്ങനെ അധികം അങ്ങനെ അടയ്ക്കാറൊന്നുമില്ല. ചിലപ്പോൾ വലിയ വെക്കേഷനായിട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ അടയ്ക്കാറുള്ളൂ. പിന്നെ നമുക്ക് അങ്ങോട്ട് റോഡിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് അവിടെ നമുക്ക് സ്ഥലമുണ്ട്. അവിടെ നമ്മൾ പുല്ലിട്ടേക്കാണ്. അങ്ങോട്ടേക്ക് റോഡിൻ്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട്. ഇതാണ് ഈ സൈഡിലേക്ക് നമ്മൾ അധികം അങ്ങനെ വരാറില്ല. പക്ഷേ ഈ വർഷം ഇവിടെ നമ്മൾ ഫുള്ള് മത്സ്യമൊക്കെ ഇട്ട് നല്ല ഭംഗിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേറെ ഇതല്ല. ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ നിറച്ചും ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും നല്ല വെയിലുള്ളിടത്താണെന്ന് വെച്ചാൽ നല്ല ആർത്ത് പിടിച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്ത് നട്ടാലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഒരു ഇതുണ്ട്, മീനൊക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കുളം പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ ആകെ വൃത്തിയേടായി കിടക്കായിരുന്നു. കോൾസേട്ടൻ ഇപ്പോൾ അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇതിന്. അതാണെന്ന് വെച്ചിട്ട് ഫുള്ള് അത് കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കുറേ കല്ലുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വീണെടുക്കായിരുന്നു. കോൾസേട്ടനൊക്കെ അടക്കി വെച്ചിട്ട് ശരിക്കും അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടത്. അതാണെന്ന് നോക്കിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളമൊക്കെ വരും. അതിൻ്റെ സാധനങ്ങളൊക്കെ കോൾസേട്ടൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയാക്കിയിട്ട് ഇടുക. അതിൻ്റെ പടിയണ തൂമ്പ സാധനങ്ങളൊക്കെ എനിക്ക് കിടക്കണത്. അപ്പോൾ അത് പണ്ടിട്ട് അത് നല്ല ഭംഗിയാക്കിയിട്ട് ഇടുക. അതിനകത്തേക്ക് കല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കൂടിയിട്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് അങ്ങനെ വരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ശരിയാക്കും. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇതൊക്കെ ഞാൻ ഡാലിയ വെച്ചതാട്ടോ. പക്ഷേ നോക്കിക്കേ, ഇതിങ്ങനെ വെയിലില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ പോണത്. അതുമ്പോൾ പൂവൊന്നുമില്ല കണ്ട.
ശരിക്കും നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂവുണ്ടായാണ്. പിന്നെ ഇവിടെയൊക്കെ ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ ട്രിപ്പ് ചെടികൾ പൂവുണ്ടായി കഴിഞ്ഞതാണ്. പിന്നെ ഇവിടെ ഞാൻ നട്ടിട്ടുണ്ട് ഡാലിയ. ഇവിടുന്ന് പിന്നെ 2 ഡാലിയ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ചുകൊണ്ടായി. കാരണം ഇതിങ്ങനെ പൂവൊന്നും ഉണ്ടാവാണ്ട് ഇതിങ്ങനെ മേപ്പോട്ടേക്ക് ഇങ്ങനെ കോല് പോലെ ഇങ്ങനെ പോവാ കണ്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുതായിട്ടുള്ള കുറ്റിയായിട്ട് നിൽക്കുന്ന ഡാലിയ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമേ പിന്നെ ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന് അത്രയ്ക്കാണ്ട് ഒരു ഉഷറിപ്പില്ല ഒന്നിനും. അങ്ങനെ എനിക്കിവിടെ ഒന്നും വെക്കേണ്ടത് അങ്ങനെ ഇഷ്ടമില്ല. പക്ഷെ ഇവിടെ നമ്മൾ അവിടെ വെച്ചിരുന്ന ഒരു ബെഡ് പോലത്തെ നമ്മൾ ബാക്കിൽ ഡെക്കിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അത് ഞാൻ കുറച്ചും തക്കാളി വെച്ചിട്ടുണ്ടായിട്ട് പിന്നെ സീനികയുണ്ട്. പിന്നെ ഇവിടെയുണ്ട് നമുക്ക് 10 മണി. പിന്നെ ഇതിലേ നമ്മുടെ വീട്ടിലേക്ക് കയറാം കേട്ടോ. 10 മണിയുണ്ട്. പിന്നെ അത് ഇവിടെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ കുറേ തക്കാളിയും സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നല്ല വെയിൽ വരുന്നുണ്ട്. നമ്മൾ ഒരു കറുത്ത കളർ തക്കാളി ഒക്കെ ഉണ്ടല്ലോ, അതാട്ടോ ഇവിടെ നട്ടേക്കുന്നത്. പക്ഷേ അതുമ്പോൾ തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ. പക്ഷേ കളറ് മാറിയിട്ടില്ല, പച്ച കളറിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിനുള്ള ഫുള്ള് കമ്പോസ്റ്റാണ് ഞാൻ നിറച്ചേക്കുന്നത്. അപ്പോൾ അവിടെ മാത്രം നന്നായി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തോരം സാധനങ്ങൾ ഞാനിവിടെ നട്ടേക്കുന്നതെന്ന് അറിയാം. പക്ഷേ ഒന്നിനും ഒരു ഉഷറപ്പില്ല. ഇവിടെ നോക്കിക്കേ, ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ ഡാലിയടാ. പക്ഷേ ഒരു ഇതില്ല കണ്ട. അത്രയധികം പൂക്കളൊന്നും ഉണ്ടാവണില്ല കണ്ട. ഒക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒന്നും ഇവിടെ നടന്നത് അങ്ങനെ ഇഷ്ടമില്ല. നമ്മൾ കുറേ പാട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പക്ഷേ അതിൻ്റേതായ ഒരു ഭംഗിയൊന്നും ഇവിടെ നമുക്ക് നടുമ്പോൾ കിട്ടുന്നില്ല. ഇനി നമുക്ക് ഓക്കെ ഇതിൽ കൂടെ പോവാം. ഇത് നമ്മുടെ വീടിൻ്റെ വേറൊരു സൈഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് നമ്മൾ ഇടയ്ക്ക് നമ്മൾ അടച്ചിടാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കോഴികൾ അങ്ങോട്ടേക്ക് പോകും. ഇത് ചെറിയൊരു ഗേറ്റാണ്. ഇവിടെ ഈ മരത്തിനൊക്കെയാണ് നിറച്ചും പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. വയലറ്റ് കളർ പൂവുണ്ടായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയായിരുന്നു. അതിൻ്റെ ഒരു 5-6 മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കാരണം കുറേ പൂക്കളൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്പ്രിങ്ക്ലറിൻ്റെ ഒരു പൈപ്പ് പൊട്ടിയിട്ട് കുറച്ച് ദിവസമായി. എവിടെ നിന്നാണ് പൊട്ടിയെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അവസാനം അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ ആകെ കുറച്ച് പണികൾ നടക്കുകയാണ്. അവിടുത്തെ പുല്ലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പുല്ലൊക്കെ ഇടണം. പിന്നെ ഇവിടെ നമുക്ക് ചെമ്പരത്തി ഉണ്ട്. ഇവിടെ പല കളർ ചെമ്പരത്തി ഉണ്ട്. അവിടെയും വേറെ വലിയൊരു ചെമ്പരത്തി ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം കേട്ടോ. അത് നല്ല ഭംഗിയാണ് ചെമ്പരത്തിയുടെ പൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ ഡോഗ്വുഡിൻ്റെ മരമാണ്. അതൊരു 5-6 മരം ഉണ്ടാകുമ്പോൾ മൊത്തം ആ പഴങ്ങൾ പഴുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടാണ് കറങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ വെള്ളപ്പൂവ് ഉണ്ടായി നിൽക്കുന്നത് ഈ സൈഡിൽ നിന്ന്. ഇവിടെ ഇത് വേറൊരു ചെടിയാട്ടാ. അതുമേ പൂ വിരിയാനുണ്ട്. അത് വിരിഞ്ഞിട്ടില്ല, എന്നാൽ വിട്ട് വരുന്നുള്ളൂ. പിന്നെ അതിവിടെ നിന്ന് നോക്കുമ്പോഴും നിറച്ചും പൂവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഗ്ലോറി ഹുക്ക് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാവരും കഴിഞ്ഞിട്ടോ. അതെല്ലാവരും ഇനി ട്രിം ചെയ്ത് നിർത്തണം. പിന്നെ അവിടെ നമുക്ക് പീച്ചുണ്ട്. അതിൻ്റെ ബാക്കിൽ നോക്കിയാൽ നമുക്ക് നല്ലൊരു വാഴയുണ്ട് കേട്ടോ. പക്ഷേ അത് ആ പീച്ചിൻ്റെ ബാക്കിലേക്ക് ആയിപ്പോയിരുന്നേ. ഓക്കെ, അപ്പോൾ ഇത് ഇനി ട്രിം ചെയ്ത് നിർത്തണം. ഇത് ട്രിം ചെയ്യുമ്പോഴാണ് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ സീനിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നിറച്ചും ഇങ്ങനെ ലൈറ്റൊന്നും വരാണ്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് ഇനി അത് ശരിയായിട്ട് വരുള്ളൂ. പിന്നെ ഉണ്ടല്ലോ ഈ ഗ്ലോറി ഹുക്കാണ്, അതാണെന്ന് തോന്നുന്നുണ്ടോ പേര് നിങ്ങൾ പറഞ്ഞത്. അതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലയുമ്പോൾ നിറച്ചിങ്ങനെ കേട് വരാം. അതിങ്ങനെ എല്ലാ ഭാഗത്തും നോക്കിക്കേ. എനിക്ക് അതുകൊണ്ട് ഈ ചെടി തന്നെ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല. നോക്കിക്കേ, എല്ലാ ഇലയുമേയും ഒരു തരം കേടാണ്. അതെപ്പോൾ ഉണ്ടായാലും എല്ലാ വർഷവും ഉണ്ടായാലും അത് വരും. പക്ഷെ പൂമ കയറി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ അത് എല്ലാ വർഷവും തണുപ്പ് കഴിയുമ്പോൾ താനെ മുളച്ച് വരും, പൊന്തി വരും. അത് ഇതിനെ എല്ലാവരും ഇനി കട്ട് ചെയ്ത് അത് ഞാൻ എല്ലാം അവിടെ കൊണ്ടുപോയിട്ടിട്ട് കത്തിച്ച് കളയും. കാരണം ഇതിനെ നിറച്ചൊരു ഇതാണ്. അത് പിന്നെ ബാക്കിയുള്ള ചെടികളിലേക്കൊക്കെ ചിലപ്പോൾ വരുമല്ലോ. പിന്നെ ഇത് നമ്മുടെ വേറെ നമ്മുടെ വീട്, നമ്മൾ ചെറിയ വീട് പണിതിട്ടുണ്ട്. അത് വെട്ടിക്കളയുന്നത് നല്ല ഒരു ഭംഗിയുള്ള, അല്ലെങ്കിൽ അത് ഭംഗിയിലാണ്ട് നിൽക്കുക. പൂവുണ്ടായിപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്.
അതിപ്പോൾ നമ്മൾ പുതിയ വീട് പണിത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ പുതിയ തോട്ടമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ചേർത്ത് മൊത്തം ഇതായിരുന്നു, വെന്തിയായിരുന്നു ആയിരുന്നു. അപ്പോൾ ഈ വർഷം വെന്തിയും പിന്നെ സീനി എല്ലാനും ഉണ്ടായിരുന്നു, മിക്സായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം അത്ര ഇഷ്ടമായിട്ടുണ്ടായില്ല. അപ്പോൾ ഈ വർഷം ഞാൻ ഇതിനകത്ത് സീനിക മാത്രമായിട്ടാണ് കൊടുത്തത്. ഇതിനകത്ത് എന്നാലും ഒരുപാട് വെറൈറ്റി കളറ് സീനികളൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ചിമ്പട്ടനെ ഓർത്തത് കേട്ടോ. ചിമ്പട്ടനെ എപ്പോഴും വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. നമ്മൾ ചിമ്പുവിന് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ വാങ്ങിച്ചിരുന്ന വീടായിരുന്നു കേട്ടോ അത്. അവൻ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു. അവൻ വന്നിട്ടൊന്നുമില്ല കേട്ടോ, ഇനിയിപ്പോൾ വരുമൊന്നുമില്ലായിരിക്കും, അറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ ഡബിൾ ഷെയ്ഡായിട്ടുള്ള വേറൊരു പൂവാട്ടോ. അത് പ്രത്യേക ഒരു ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഞാനത് സൂം ചെയ്ത് കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഈ തോട്ടത്തിൽ എനിക്കാണ് ഒരുപാട് ലെയറുള്ളത് അധികം വന്നിട്ടില്ല കേട്ടോ. അടുത്ത വർഷം പക്ഷേ ഞാൻ കുറച്ചും കൂടി നല്ല ലെയറുള്ളത് മാത്രമേ ഞാൻ വയ്ക്കുള്ളൂ. കഴിഞ്ഞ വർഷം ഞാനങ്ങനെ നോക്കിയിട്ട് വെച്ചത്, പക്ഷേ ചിലത് എനിക്ക് ലെയറില്ലാത്തതും എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ നോക്കിക്ക് ഇതിനധികം ലെയറൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ വേറെ ടൈപ്പ് കളറുകളാണ്. നല്ല ഭംഗിയുണ്ട് കളർ കാണാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ നോക്കിക്ക് അതിനൊക്കെയാണ് വിരിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ എല്ലാവരും ഒന്നുകൂടി വിരിഞ്ഞിട്ട് നല്ല രസമായിട്ട് വരും. ഇവിടെ നോക്കിക്ക് ഇങ്ങനെയാണ് ശരിക്കും ഡാലിയാകുമ്പോൾ പൂവുണ്ടാവുക. അത്രയ്ക്ക് അധികം കിളിർപ്പിൽ ഇത് വരും ശരിക്കും. നല്ല വെയിൽ റോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് നിൽക്കണുണ്ടില്ലേ. അത് ഈ വർഷം ഞാൻ അവിടേക്കാണ് വെച്ചത്. ഇവിടേക്ക് അവിടെ വെച്ച സെയിം തന്നെയാണ് കിഴങ്ങനെയാണ് ഇവിടെ ഇട്ടത്. പക്ഷേ ഇവിടെ നോക്കിക്ക് നിറച്ച് മുട്ടിട്ടിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. എന്തിനും നന്നായിട്ട് വെയിൽ വേണം, എന്നാൽ മാത്രമേ പൂക്കളുണ്ടാവുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. ഇവിടെ നമ്മുടെ കോഴികളൊക്കെ വന്നിട്ട് കുറേയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നടും കുറേ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഉള്ളത് വലുതായി വരുന്നുള്ളൂ. അതിനുള്ളിലൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ട് സീൻ ചെയ്യണം, അതൊക്കെയാണ് പൊന്തി വരണം. പിന്നെ നോക്കിക്കേ ഇത് ഒരു ട്രിപ്പ് പൂ ഉണ്ടായി കഴിഞ്ഞിട്ടോ. ഇതും ഒരു ഡാലിയ കേട്ടോ. ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. കുറേ പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി കുറേ മുട്ട് വിരിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ ഇലയുടെ കളർ ഒരു പ്രത്യേക ഒരു കളറാണ്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ചെടികൾ മുന്തിരി ഇങ്ങോട്ടേക്ക് നമ്മുടെ പടർന്ന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമുക്ക് പുതിയ റോസ് പൂ ഉണ്ടായിട്ടുണ്ട്, ഞാനത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെയുള്ള പൂക്കൾ. പിന്നെ ആ തോട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി പൂക്കൾ വിരിയാനുണ്ട്. അവിടെ നല്ല ഭംഗിയുള്ളൊരു മഞ്ഞപ്പൂവ് അതൊക്കെ ആകുമ്പോൾ മുട്ടിട്ടിട്ടുണ്ട്. ഈ ഗ്ലോറി ഹുക്കിനെ എടുത്ത് കട്ട് ചെയ്ത് കളയണം. പൂവുണ്ടായിരുന്നപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ ചട്ടിയിലേക്ക് നമുക്ക് ഇരിക്കുന്നത് ഞാൻ അങ്ങോട്ടേക്ക് എനിക്ക് കിടക്കണം, ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കട്ടെ. നമ്മുടെ കോഴികളായിരുന്നാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും കേട്ടോ. പക്ഷെ അവർ നോക്കിയിട്ടാണ് കിടക്കുന്നത്. അവർക്കിപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ അറിയാം, ഞാൻ ചെടികളുടെ ഉള്ളിൽ കൂടെ കിടന്നിട്ട് ചീത്ത വിളിക്കാം. അപ്പോൾ അവർക്ക് കുറേയൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും നോക്കി പിടിച്ചൊക്കെയാണ് ഇപ്പോൾ കിടക്കണത്. എവിടെ നിൽക്കുന്നത് ഇതും സൺഫ്ലവറാണ്. ഇതും വേറൊരു ടൈപ്പ് സൺഫ്ലവറാണെന്ന് തോന്നണം. അതിൻ്റെ കളറ് ഇലയ്ക്ക് കണ്ടിട്ട് ഞാനത് വെയിറ്റ് ചെയ്യാം എന്ത് പൂവോ വരാമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു തോട്ടം വേറെ സൈഡിലുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് കിടക്കട്ടെ കേട്ടോ. നോക്കി കിടന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ അധികം സൺലൈറ്റ് ഈ ഗ്ലോറി ഹൂക്ക് നിൽക്കണതിന് അധികം സൺലൈറ്റ് വരാത്തതുകൊണ്ട് ഈ സീനിയൊന്നും അങ്ങനെ പൊന്തിയിട്ടില്ല. അതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ ആ സീനിയൊക്കെ നന്നായിട്ട് പൊന്തി നല്ല ഭംഗിയിൽ വരും. പിന്നെ കിടക്കട്ടെ. ഓക്കെ അത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഞാൻ ഓൺലൈൻ വഴി കുറേ ചെടികളുടെ വിത്തുകളൊക്കെ വാങ്ങിച്ച് നട്ടേക്കുന്നത്. പക്ഷെ അതൊക്കെ നന്നായി വരണം. പിന്നെ ഇവിടെ റോസുണ്ട്, നല്ല ഭംഗിയുള്ള റോസായിരുന്നു. അതിൻ്റെ പൂ കഴിഞ്ഞു, ഇനിയും പൂവ് ഇനി ഉണ്ടായി വരണം. പിന്നെ ഇവിടെ ആയിരുന്നാലും നമുക്ക് സീനിയുണ്ട്, സോറി. അപ്പോൾ ഇവിടേക്ക് അധികം സൺലൈറ്റ് വരാത്തതുകൊണ്ടാണ് ഇവിടെ ഇത് ഇങ്ങനെ നിൽക്കുന്നത്, അധികം പൊന്താണ്ട് നിൽക്കുന്നത്. പക്ഷേ പൂവ് ഈ സൈഡിലേക്കും വരും നന്നായിട്ട് പൂവുണ്ടായിട്ട്. അതിനുള്ളൊക്കെ എന്തോരം തയ്യലുണ്ടെന്നറിയോ സീനിയ. നമ്മളിങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ അധികമൊന്നുമില്ല, ഇതൊക്കെ സീനിയ തയ്യലുണ്ട്, ഇതൊക്കെ പൊന്തണം അങ്ങനെ. പിന്നെ അത് ഇവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് വരണം. അത് നല്ല രസമുണ്ട് ഇവിടെ പൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ കാനഡയിൽ ഇപ്പോൾ വൈൽഡ് ഫയർ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഭയങ്കര ഫോഗായിരുന്നു ഇന്നലേക്ക്. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങനെ ഭയങ്കര പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ആയൊരു പ്രത്യേക ഒരു കാലാവസ്ഥ പോലെയായിരുന്നു. ഇന്ന് പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല.
പിന്നെ അവിടെ നമുക്ക് ബ്ലൂബെറി ഉണ്ട്, ഇവിടെ ബ്ലൂബെറി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ഫിഗ് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വേറൊരു തോട്ടം. ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല രസമൊന്നും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സീനിയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഇതിന് തക്കാളി ഉണ്ടായിട്ടുണ്ട്. പുറത്തേക്ക് എന്തെങ്കിലും തക്കാളിയുടെ ഇല വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താറാവുകൾ അപ്പം കൊത്തുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടവരുന്നു. അത് താഴത്തേക്ക് വീണാണെങ്കിൽ അത്രയ്ക്ക് ഭംഗി ഉണ്ടായിരുന്നു. പക്ഷേ താഴത്തേക്ക് വീണ ഒരൊറ്റ കൊമ്പിനെ അവർ വെച്ചേക്കില്ല, എല്ലാത്തിനും അവർ കൊത്തി തന്നെ. അതുകൊണ്ട് അത് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. അത് തക്കാളിക്ക് ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് നിരത്തേന്ന് വെച്ചാൽ ഒരു മരമാണ്. അത് ഇപ്രാവശ്യം അതിൻ്റെ കൊമ്പുകളൊക്കെ മുകളിലേക്ക് പോയതൊക്കെ നമ്മൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിട്ട് രണ്ടാമത്തെ അടിയിൽ നിന്ന് നന്നായിട്ട് കിളിർത്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പൂവുണ്ട് അവിടെ, നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ അതാ ഹാങ് ചെയ്തിട്ടായിരുന്നത്. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട്. പെട്ടിയിൽ അങ്ങനെ അധികം സ്ഥലം. ഇതാണ് നമ്മുടെ പുതിയ പൂവുണ്ടായിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞ ദിവസമാണ് അത് വിരിഞ്ഞത്. ഇതാന്ന് നോക്കിക്ക് നല്ല ഭംഗിയാട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ പടർന്നു വരുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് ഓസ്റ്റിൻ റോസിൻ്റെ റോസാട്ടോ. അത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്, 2 വർഷമായിട്ടുണ്ട് വാങ്ങിച്ചിട്ട്. പക്ഷെ ആദ്യം ഇത് വേറെ സ്ഥലത്താണ് നിന്നിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് അങ്ങനെ സൺലൈറ്റ് ഒന്നും കിട്ടുന്നുണ്ടായില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പറിച്ച് അതിൻ്റെ ഉള്ളിൽ മൊത്തം കമ്പോസ്റ്റൊക്കെ ഇട്ട് ഞാൻ നിറച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല ഉഷാറായി വന്നു. എന്ത് ഭംഗിയാണെന്ന് വെച്ചിട്ട് ആ പൂ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തന്നെ വേറൊരു കളർ തന്നെയാണ് ഞാൻ ആ ഇപ്പോൾ വീടിൻ്റെ അവിടെ കാണിച്ചില്ലേ റോസ്, അതുമ്മ. പിന്നെ ഇവിടെ നമുക്ക് വേറൊരു റോസ് ഉണ്ട്. ഇത് കോഴികൾ കയറാണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു മുളത്തോലേക്ക് വെച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി ഉഷറപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ തോട്ടങ്ങളൊക്കെ ഉണ്ടായി, നമുക്ക് അങ്ങോട്ടേക്കും പോവാം. പിന്നെ അത് ഇവിടെ നമുക്ക് ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. എന്താ ആപ്പിള് 2 ആപ്പിളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതിനെന്തെങ്കിലും വെച്ചിട്ട് ഇനി ഒന്ന് എന്തെങ്കിലും കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമുക്കത് കിട്ടത്തില്ല. അത് പിന്നെ അവിടെയും ഞാനൊരു ചെറിയ തോട്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയുള്ള പൂവുണ്ടാവട്ടെ. അതിന് അവിടെ നമുക്ക് കുറച്ച് വാഴയൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് പോമോഗ്രാനൈറ്റ് അതാണിത്. അതിൻ്റെ അടുത്ത് ഞാനൊരു ചെടി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ മൊത്തം കമ്പോസ്റ്റ് ഇട്ട് നിറച്ചേക്കുന്നതാണ്. കോഴികൾ വന്ന് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കോലൊക്കെ ഇടുന്നത്. ഇത് നോക്കിക്ക് അത് ഭയങ്കര രസമുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൂവാത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടുവില ഡാലിയത്തോട്ടം. അവിടെ നമ്മുടെ ഇത് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ചെമ്പരത്തി നല്ല ഭംഗിയായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട്, ആ പൂ കാണാൻ വേണ്ടിയിട്ട്. ഈ ചെമ്പരത്തിക്ക് കണ്ടമാനം തൈകൾ അവിടേക്ക് കിടന്നിട്ട് മുളയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ കുറേ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. കണ്ടമാനം ഉണ്ട്. ഞങ്ങൾ അത്രയ്ക്കധികം ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം നമ്മൾ പുല്ല് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് എല്ലാവരും പറിച്ച് കളയല്ലോ. ഈ വർഷം നമുക്ക് മനസ്സിലായത് മുഴുവൻ ചെമ്പരത്തിയുടെ തൈകൾ. അതവിടെ കുറേ തൈകൾ മുളച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിലാണ് മിരട്ടയിൽ നിൽക്കുന്നത്. അതൊന്ന് നിറച്ചും പൂവുണ്ടാവണം. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാൻ. പിന്നെ ആ മരം പോലെ നിൽക്കണില്ലേ, അതാണ് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ കോഴികൾ താറാവുകൾ കൊത്തി തിന്നാൻ മുന്തിരി അല്ല തക്കാളി കാണിച്ചില്ല, അവിടെ നിൽക്കുന്നത്. അത് മിരട്ടയിൽ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. അത് ഈ ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നിറച്ചും പൂ വിരിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇത് നമ്മുടെ ഇത് കുറേ അകലെയൊന്നും ഞാൻ വെച്ചതാട്ടോ. ഈ സൺലൈറ്റ് വന്നിട്ട് ചിലപ്പോൾ ഇരിക്കുകയാണ് രീതിയിൽ പൂക്കൾ കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗിയുണ്ടാവും. ഇവിടെ എപ്പോഴും നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂവുണ്ടാവും ഇവിടെ. അതിനൊക്കെ ആയിരുന്നാലും പൂവുണ്ടായി. ഇവിടെ നല്ല ഭംഗിയുള്ള ഇതുണ്ടായിരുന്നു, ഡാലിയ പൂവുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉണ്ടായി വരുമോ. അത് അഭിഷേകമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അത് കാണാൻ അത് കരിഞ്ഞു. ഇത് നിൽക്കുന്നത് ഡാലിയ കേട്ടോ. അത് നിറച്ചും പൂവുണ്ടായി വരുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ പേഴ്സിമണ്ണ കേട്ടോ. കഴിഞ്ഞ വർഷം നമുക്ക് പേഴ്സിമണ്ണ ഉണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ ഈ വർഷം അതൊന്നും അതിൻ്റെ ഇലയമ എന്തോ ഒരു കേട് വന്ന് പെട്ടിട്ടുണ്ട്. ഈ വർഷമാണ് ഇങ്ങനെ ഇലകളിൽ തിന്നണ കേട് കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ വേറെ സീനിയ തോട്ടം. ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും നിറച്ചും പൂ വരുന്നുണ്ട് കേട്ടോ. എത്രയോ പട വെച്ച് ഞാനിതെല്ലാം ഉണ്ടാക്കിയെടുത്താൽ പൂവൊക്കെ ഉണ്ടാക്കി കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും പലതും ഇങ്ങനെ ക്ലോസപ്പ് കാണിക്കുമ്പോൾ അതിൻ്റെ ഭംഗി തന്നെയുള്ളത്. കാരണം എനിക്ക് നല്ല രസമില്ല, എന്തൊരു രസം എന്നറിയാം എൻ്റെ റെഡ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, നല്ല തിക്കുള്ളതുകൊണ്ട് എല്ലാവരും ഉണ്ട്. പക്ഷെ അടുത്ത വർഷം കഴിഞ്ഞാൽ കുറച്ചും കൂടി ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടി നല്ല തിക്കായിട്ടുള്ളത് മാത്രമേ ഞാൻ വയ്ക്കുള്ളൂ.
അത് ഇങ്ങനെ പല ടൈപ്പ് കാണുമ്പോഴാണ് എനിക്ക് അവിടെ കുറച്ചുകൂടി ഭംഗിയുള്ള ഉണ്ടാവാൻ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ലെയർ കുറഞ്ഞതും ലെയർ കുറയാത്തതും എല്ലാം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചത്. കാരണം ഒരേ ടൈപ്പൊക്കെ ആകുമ്പോൾ അത്രയ്ക്കും ഭംഗി ഉണ്ടാവില്ലായിരിക്കും. ഇതാ നോക്കിക്കേ, ഇതാ നോക്കിക്കേ, ഇതിൻ്റെ ഉള്ളിലാക്കി നിങ്ങൾ നോക്കിക്കേ, നല്ല രസമുണ്ടല്ലോ. പിന്നെ ഇത് നോക്കിക്കേ, ഇതാ അത് നോക്കിക്കേ. ഇതിന് നമ്മൾ വളമൊന്നും ഇടുന്നില്ല കേട്ടോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കോഴിക്കാട്ടം അതൊക്കെ നമ്മൾ കുറേശ്ശെ നമ്മൾ ഇങ്ങനെ വിതറിയൊക്കെ ഇട്ട് കൊടുക്കും. അല്ലാണ്ട് വേറെ പിന്നെ ഷീറ്റാണ് ഇട്ടേക്കണത്. അതുകൊണ്ട് തന്നെ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ കോഴിയുടെ അതൊക്കെ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുള്ളൂ. ആ ബേഡ് വന്നിരിക്കുന്നത് അത് പറഞ്ഞു പോയി. ഹമ്മിങ് ബേഡ്സ് എന്നല്ല അതിൻ്റെ പേര്. ഞാനെന്നും വിചാരിക്കും അതിനെ പറ്റി. ഞാൻ അതിനങ്ങനെ കാണാറില്ല കേട്ടോ ഇവിടെ. അതിന് തീറ്റ കൊടുക്കണ അതിൻ്റെ ഫീഡർ വേറെ ഒരു ടൈപ്പാണല്ലോ. അത് ഓൺലൈൻ വഴി കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങണമെന്ന് വെച്ചത്. പക്ഷേ ഞാൻ പിന്നെ ആ കാര്യം മറന്നിരിക്കുമായിരുന്നു. കാരണം ഈ കിളീനെ നമ്മളങ്ങനെ അധികം കാണാറില്ല. ഓക്കെ, ഇന്ന് തന്നെ ഞാൻ എന്തായിരുന്നല്ലോ അതിൻ്റെ അത് വാങ്ങും. ഫീഡർ വാങ്ങിച്ചിട്ട് ഞാനിവിടെ വയ്ക്കും. അത് എനിക്കതിനെ ആ ബേഡിന് നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. പക്ഷേ ഈ തോട്ടത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാനിങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അതിനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ വന്നില്ലേ, അത് നമ്മൾ കാണുമ്പോഴേക്കും അത് പറഞ്ഞു പോകും. അതെന്തായിരുന്നാലും അതിനെ ഒരു ഫീഡർ വാങ്ങിച്ച് വയ്ക്കണം. അപ്പോൾ അതൊരു കുറേ വരും. അപ്പോൾ ഇത് നമ്മുടെ ഇനി അങ്ങോട്ടേക്ക് ഉണ്ട് അങ്ങോട്ട് പോവാം. ഈ ഇപ്പുറത്തെ സൈഡും കൂടി നോക്കിയിട്ട് ഞാൻ ആ ചെമ്പരത്തി വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു തടസ്സം വന്നേക്കാം. അവിടെ ബാക്കിലേക്കും ഞാൻ കുറേ സീനിയ നട്ടിട്ടുണ്ട്. വീഡിയോ അതൊക്കെ കണ്ട് എടുത്ത് കഴിയുമ്പോഴേക്കും കുറേ സമയമാവട്ടെ. ഇതേ നോക്കിക്കേ, ഇത് നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഡാലിയ ഉണ്ട്. കാരണം ഈ ഡാലിയയുടെയൊക്കെ വരവ് നോക്കിക്കേ, നല്ല കണ്ടമാനം ഈ അതിന് കണ്ടമാനം ഇങ്ങനെ ഈ ബ്രാഞ്ചസ് പോലെ ഇങ്ങനെ വന്നിട്ട് അതൊക്കെ നല്ല തിക്കായിട്ടാണ് അത് വരുന്നത്. ആ ഫ്രണ്ടിൽ വെച്ച് മാത്രമാണ് അങ്ങനെ അയ്യേക്കുന്നത്. ഇത് മുട്ടുകളൊക്കെ ഇട്ട് വരുന്നുള്ളൂ അത് അവിടേക്ക്. നല്ല രസമുണ്ട്. എന്താ വലുപ്പം നോക്കിക്കേ. ഈ പൂവിൻ്റെക്ക് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാട്ടെ. അധികം കാണാത്തൊരു കളർ. എവിടെയുണ്ട് ഡബിൾ ഷെയ്ഡ് കളറുകൾ. എന്തായാലും നോക്കിക്കേ, വേറെ റെഡ് ഒക്കെ വിരിഞ്ഞ് വരുന്നുള്ളൂ. ഓരോന്നിനെ നമ്മൾ എടുത്തെടുത്തൊരു കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അതിൻ്റെ ഉള്ളിലൊരു വെന്തിയുണ്ട്. കഴിഞ്ഞ വർഷം വെന്തി വന്നിട്ട് കണ്ടമാനം ആർത്ത് പിടിച്ചാണ് എനിക്ക്. ഈ വർഷം എനിക്ക് വെന്തിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം ഞാൻ വെന്തി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ വിത്തുകൾ കിടന്നിട്ട് ഓരോ സ്ഥലത്ത് കിടന്നിട്ട് മുളച്ചിട്ട് എനിക്കങ്ങനെ കിട്ടിയിട്ട് ഞാനങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ്. അതായത് നമ്മുടെ ആസ്മിൻ ചേട്ടൻ ചേട്ടൻ്റെ അവർ വരുന്നുണ്ട്. രാവിലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ പിന്നാലെ ഇറങ്ങിയതാണ്. അവനതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. നല്ല സൺലൈറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആസ്പിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ പുറത്ത് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് പോകും. അകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹം കാണിക്കും. പക്ഷേ പുറത്ത് നിന്നിട്ട് ചിലപ്പോൾ പിള്ളേരും പറയാറുണ്ട്, പുറത്ത് നിന്ന് ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഇവൻ പൊട്ടനാണോ എന്ന് എനിക്കറിഞ്ഞു. പിന്നെ ഇവിടെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെയും നമുക്ക് കുറേ സീനിയുണ്ട്. പിന്നെ അവിടെ നമുക്ക് ഫിഗൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങോട്ടേക്ക് ഞാൻ അധികം പോകണില്ല. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കുറച്ചുകൂടി നന്നായിട്ട് പൂവൊക്കെ വരും, അപ്പം കാണിക്കാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പച്ചക്കറി തോട്ടം. കഴിഞ്ഞ വീഡിയോയിൽ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വർഷം പച്ചക്കറി ഇല്ലെന്ന്. പച്ചക്കറി ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടമാണ് കാണുന്നത്. അത് മൊത്തം ഞാൻ ഈ വർഷം മുളയൊക്കെ വെച്ചിട്ട് എല്ലാത്തിനും മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതങ്ങനെ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും കാണിക്കാം. അതൊന്ന് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാവലത്തുമ്മയ്ക്ക് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ വീഡിയോ ഏതാണ്ട് കുറേ ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അതൊക്കെ പിന്നത്തെ വീഡിയോയിൽ കാണിക്കാം.